എല്ലാവർക്കും ഹായ്. അപ്പോൾ മോഹൻലാലിൻ്റെ ബറോസ് കണ്ടിട്ട് വരികയാണ്. മോഹൻലാലിൻ്റെ ബറോസ് എന്ന് പറയുമ്പോൾ മോഹൻലാൽ എന്നുള്ള നടൻ എന്നതിനുപരി മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ബറോസ്. 2024 റിലീസായിരിക്കുകയാണ്. ഇത്രയും വലിയൊരു കരിയറുള്ള ഒരു മഹാനടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം. അപ്പോൾ ട്രെയിലറൊക്കെ കണ്ടു. പണ്ടേ ഭയങ്കര ഹൈപ്പുള്ള പടമാണ്. ട്രെയിലറൊക്കെ കണ്ടു. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയൊരു ഇമ്പ്രഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വെറും ഒരു 3D ഷോ കാണാനാണ് പോയത്. ജസ്റ്റ് ഒരു 3D എഫക്റ്റ് ഉള്ള സിനിമ എന്നുള്ള രീതിയിൽ 3D ഷോ എന്നുള്ള രീതിയിൽ ഒരു സിനിമ കാണാൻ പോയി. സിനിമയിൽ എന്തെങ്കിലും കാണും, ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ആ സിനിമയ്ക്ക് അത് കാണും, ജസ്റ്റ് ഒന്ന് കണ്ട് കളയാം എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസിലാണ് പോയത്. അപ്പോൾ ട്രെയിലർ കണ്ടു. ട്രെയിലറിൽ 3D എഫക്റ്റ് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരിക്കുമെന്ന് തോന്നി. അതുകൊണ്ട് തിയേറ്ററിലെ ഏറ്റവും ബാക്കിൽ റിക്ലൈനർ സീറ്റിൽ മിഡിൽ റോയിലിരുന്ന് ബെസ്റ്റ് 3D എക്സ്പീരിയൻസ് ചെയ്യുന്ന ആംഗിൾ തന്നെ ഇരുന്ന് ഞാൻ കണ്ടു. അങ്ങനെ 3Dയുടെ കാര്യത്തിൽ പറഞ്ഞാൽ ബറോസ് ഒരു എക്സ്ട്രാ ഓർഡിനറി 3D എക്സ്പീരിയൻസ് ആയിരുന്നു മലയാളത്തിൽ. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു കണ്ണിനൊക്കെ നല്ല കുളിർമയേകുന്ന രീതിയിലുള്ള നല്ലൊരു 3D എഫക്റ്റ് ഉള്ള ഒരു സിനിമയെപ്പറ്റി ഞാൻ പറഞ്ഞില്ല, സിനിമയെപ്പറ്റി പറയാം. അപ്പോൾ സിനിമ എന്നുള്ള രീതിയിൽ ബറോസ് എൻ്റെ കണ്ണിൽ കുട്ടികൾക്കായി എടുത്ത സിനിമ എന്ന് ലാലേട്ടൻ പല തവണ, ലാലേട്ടൻ എനിക്ക് ഏട്ടനൊന്നുമല്ല, ഞാൻ വെറും മോഹൻലാൽ എന്നാണ് ഉദ്ദേശിച്ചത്, മോഹൻലാൽ പറഞ്ഞു ഇത് കുട്ടികൾക്കായി ഞാൻ പ്രത്യേകം എടുക്കുന്നൊരു സിനിമയാണ് എന്ന് പറഞ്ഞിരുന്നു. നേരത്തെ പല തവണ പറഞ്ഞിരുന്നു, പല ഇൻ്റർവ്യൂവിലും പല സംഭവങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയാൽ കുട്ടികൾക്കായുള്ള ഒരു സിനിമ തന്നെയാണ് ബറോസ്. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ സുഖമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു താരാട്ടുപാട്ട് എന്ന് തന്നെ പറയാം ബറോസ്. സുഖമായി കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റുന്ന അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അറുബോറൻ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ബറോസ് ഫീൽ ചെയ്തത്. ഒരു സിനിമ എന്നതിലുപരി ഞാൻ ഏതോ ഭാഷയിലെ എന്തോ ഒരു സംഭവം കണ്ട ഒരു ഫീൽ, ഒരു സീരിയലോ ഒരു ഡ്രാമ പോലെ എന്തോ ഒരു സംഭവം ഇങ്ങനെ കണ്ട ഒരു ഫീൽ, അത്രയേ ഉള്ളൂ. യാതൊരുവിധ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയാൻ മാത്രം യാതൊരു രീതിയിലും അതൊരു സിനിമയായി കണക്കാക്കാൻ പറ്റുന്ന ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുറേ കളർ മിക്സ് ചെയ്തിട്ടുണ്ട്, 3D എഫക്റ്റ് ഉണ്ട്, പിന്നെ ഫ്രെയിം റേറ്റ്, സിനിമയുടെ ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കത് കാണുമ്പോൾ സിനിമയാണ് കാണുന്നതെന്ന് തോന്നണം. ഫ്രെയിം റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കല്യാണ വീഡിയോ കാണുന്ന പോലെ ഇരിക്കും, ഇത് അല്ലെങ്കിൽ സീരിയൽ കാണുന്ന പോലെ ഇരിക്കും. ഇത് ജസ്റ്റ് അങ്ങനെ ഒരു ഹിന്ദി സീരിയൽ എന്നൊക്കെ തോന്നിപ്പോയി. അത്രയ്ക്കുള്ള ഒരു ഇതാണ്. ഒരു സിനിമയല്ലേ, സിനിമയെന്ന് പറയുമ്പോൾ അത് നമ്മളെ പിടിച്ചിരുത്തണ്ടേ, കുട്ടികളുടെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ പിടിച്ചിരുത്തണ്ടേ. ഏറ്റവും വലിയ പ്രത്യേകത സെക്കൻഡ് ഹാഫിലൊക്കെ ഉള്ള അസാധാരണമായ ഇഴച്ചിലാണ്, ലാഗ്, ഭയങ്കര ഇഴച്ചിലാണ്. ഒരു ചെറിയ രംഗം പോലും വളരെ ഭയങ്കര എഴിഞ്ഞെഴിഞ്ഞ് നീങ്ങുന്നു. പിന്നെ കഥാപാത്രങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഓരോറ്റ വ്യക്തികൾക്ക് അതിൻ്റെ അകത്ത് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള കാര്യമാണ്. വളരെ മോശമായിട്ടുള്ള പെർഫോമൻസുകളാണ് ഓരോ വ്യക്തികളും കാഴ്ചവെച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ ഇത്തിരി നല്ലതെന്ന് തോന്നിയത് മോഹൻലാലാണ്, കൂട്ടത്തിൽ നല്ലത്. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന നടന് ആ സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ചൊന്നും കണ്ണുകൊണ്ടിങ്ങനെ നോക്കുന്നതല്ലാതെ യാതൊരുവിധ എക്സ്പ്രഷൻ്റെ വ്യത്യാസവും ആ സിനിമയ്ക്കകത്തില്ല തന്നെ. അതുപോലെ നമുക്കറിയാവുന്ന 3 മുഖങ്ങളെ അതിൻ്റെ അകത്തുള്ളൂ. അതിൽ പ്രധാന വ്യക്തി മോഹൻലാൽ, ബാക്കി 2 ചെറിയ വ്യക്തികൾ 1 മിനിറ്റ് വെച്ച് വന്നു പോകുന്നുണ്ട്. മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളിലും, ആശീർവാദിൻ്റെ എല്ലാ സിനിമകളിലും കാണപ്പെടുന്ന ആ ഒരു പ്രധാന മഹാനടനായിട്ടുള്ള ആൻ്റണി പെരുമ്പാവൂർ ഒന്ന്. പിന്നെ മറ്റൊരു വ്യക്തിയുണ്ട് മോഹൻലാൽ അതിനേക്കാൾ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട മറ്റൊരാളുണ്ട്. അതും ഒരു മിനിറ്റ് വന്നിട്ട് പോകും. എന്തിനാണോ, കയ്യടി വാങ്ങാനാണോ എന്നറിയില്ല. ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് തോന്നി. ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ ബറോസിനെ അതൊരു സിനിമയായി കണക്കാക്കില്ല. എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന നടനോട് സഹതാപമാണ് തോന്നിയത്. പുള്ളിക്കാരൻ ആഗ്രഹിച്ചെന്തോ ചെയ്തു, പക്ഷേ ഒന്നും ഒരിടത്തും എത്താതെ ആയ ഒരവസ്ഥ, അതായിരുന്നു ബറോസ്. കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞ് നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോയാൽ നിങ്ങളുടെ കുട്ടികൾ വരെ നല്ല രീതിയിൽ ഉറങ്ങും. ഞാൻ റിക്ലൈനർ സീറ്റിൽ ചാരിയിരുന്നാണ് കണ്ടത്. എങ്കിലും ഞാൻ രാവിലെയാണ് കണ്ടത്, അതുകൊണ്ട് എനിക്കധികം ഉറക്കം വന്നില്ല. എൻ്റെ തൊട്ടടുത്ത് 2 സൈഡിലും കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളൊക്കെ അമ്മമാരുടെ മടിയിൽ കിടന്ന് സുഖമായി ഉറക്കമായിരുന്നു. പിന്നെ തിയേറ്ററിൽ ആകെ മൂകത, യാതൊരുവിധ കയ്യടിയോ അനക്കമോ ഒന്നുമില്ല. സിനിമ കഴിഞ്ഞു, എല്ലാവരും ഇറങ്ങിപ്പോയി. 2.5 മണിക്കൂറിൽ കാണിക്കാൻ മാത്രമുള്ള ഒന്നും അതിൻ്റെ അകത്തില്ല. കുട്ടികൾക്ക് ഈസിയായി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥയും ആ സിനിമയ്ക്കകത്തില്ല. പിന്നെ എങ്ങനെയാണ് അതൊരു കുട്ടികളുടെ സിനിമയാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. പരസ്പര ബന്ധമില്ലാത്ത എന്തോ കുറേ രംഗങ്ങൾ എന്തൊക്കെയോ സംസാരത്തിലൂടെ പറയുന്നു. യാതൊരു വിധത്തിലും എൻ്റെ ശ്രദ്ധ ആ സിനിമയിൽ നിൽക്കാത്ത ഒരവസ്ഥയായിരുന്നു 2ാം പകുതിയിലൊക്കെ. ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. കൊള്ളാമെന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ 3D എഫക്റ്റ് ആയിരുന്നു ഏറ്റവും നല്ലത്. പക്ഷേ 2.5 മണിക്കൂർ കാണാൻ മാത്രമുള്ള 3D നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സിനിമ കൊള്ളാതെ 3D നന്നായിട്ട് കാര്യമില്ല.
പിന്നെ അതേപോലെ സൗണ്ട് എഫക്റ്റ് എനിക്കിഷ്ടപ്പെട്ടു. വളരെ സൈലൻറ്റ് പടമാണ്. 1-2 സീനുകളിലെ നല്ല സൗണ്ടുള്ളൂ. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ, സന്തോഷ് ശിവൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ പലതും ഓവർ ഹെഡ് ഷോട്ടുകളും കാലിനടിയിൽ വയ്ക്കുന്ന ക്യാമറ ആംഗിളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ളൊരു സാധനമില്ല. പിന്നെ മോഹൻലാൽ 2 പാട്ട് പാടി നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വളരെ ബോറായിട്ട് ഫീൽ ചെയ്തു, അതാണ് സത്യം. അത് 2 പാട്ട് പാടിയിട്ടുണ്ട്, 2ഉം ബോറായിരുന്നു. എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുപോലെ തോന്നി മോഹൻലാലിന്. എന്ത് പറ്റിയെന്നറിയില്ല, എന്തോ അതൊരു എൻ്റെ കണ്ണിൽ ഞാനൊരു ഭയങ്കരമായൊരു മോഹൻലാൽ ആരാധകനല്ല. ഞാൻ ന്യായമായ രീതിയിൽ പറയുകയാണ്. എൻ്റെ റിവ്യൂ കേൾക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പോകാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാൻ പറയുകയാണ്, ഒരു തരത്തിലും തൃപ്തി തരാത്ത ഒരു അനുഭവമായിരുന്നു. വളരെ നീളം കൂടിയതുപോലെ ഈ ഒരു അവസ്ഥ ഫീൽ ചെയ്തു. ഒരു 1.5 മണിക്കൂർ, 1.25 മണിക്കൂറിലോ 2 മണിക്കൂറിലോ ചുരുക്കിയിരുന്നെങ്കിലും പിന്നെയും കണ്ടിട്ട് വരാമായിരുന്നു. പക്ഷേ ഇത് തീരെ പറ്റിയില്ല. എനിക്ക് ആ നടനോട് സഹതാപമേ ഉള്ളൂ, ദേഷ്യം തോന്നിയില്ല. എനിക്ക് ആ സിനിമ കണ്ട് ദേഷ്യമല്ല തോന്നിയത്. പുള്ളിക്കാരൻ എന്തോ ആഗ്രഹിച്ചു പ്രതീക്ഷ ചെയ്തതാണ്, പക്ഷേ എന്തോ ഒന്നും ഒരിടത്തും എത്തിയില്ല. അപ്പോൾ അതാണ് ബറോസ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഏറ്റവും നല്ല കാര്യം 3D. പിന്നെ ആവശ്യമില്ലാത്ത കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. കഥാസന്ദർഭങ്ങളിലൊക്കെ കുറേ മണ്ടത്തരങ്ങളുണ്ട്, കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളുണ്ട്, ഷോട്ടുകൾക്കിടയിലുള്ള കണ്ടിന്യൂറ്റി പ്രശ്നം, എഡിറ്റിങ്ങിന് കംപ്ലൈൻ്റ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു, സിനിമയായി എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ബറോസ് എന്നുള്ള സംഭവത്തെ.